നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ഡീസൽ ടാങ്കിന്റെ പൈപ്പ് പൊട്ടി ബസിൽ നിന്ന് പുകയുയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. സംഭവം അറിഞ്ഞ് ബസിൽ നിന്ന് ചാടിയ ഒരാൾക്ക് പരിക്ക്. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലിൽ അത്യാഹിതം ഒഴിവാക്കാനായി. വേലൂരിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണം കവർന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് മനപ്പടി പടിഞ്ഞാക്കരത്തൊടി വീട്ടിൽ രാഹുൽ, നെല്ലുവായി താത്തിരിയാട്ട് വീട്ടിൽ മാധവ് എന്നിവരാണ് അറസ്റ്റിലായത്. ഗതാഗതക്കുരുക്കും അപകടങ്ങളും തുടർക്കഥയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പ്രധാന സെന്ററായ പന്നിത്തടത്ത് സിഗ്നൽ നിർമ്മാണം ആരംഭിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. സിഗ്നലുകളുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കരാർ കമ്പനിയായ കെൽട്രോണിനോട് സ്ഥലം സന്ദർശിച്ച MLA AC മൊയ്തീൻ നിർദ്ദേശിച്ചു. ഈ വർഷത്തെ കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ഒക്ടോബർ 14, 15, 16, 17 തീയതികളിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലാമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം ഗുരുവായൂർ നഗരസഭയ്ക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 10 ലക്ഷം രൂപയാണ് അവാർഡ് തുക. ജില്ലാതല പച്ചത്തുരുത്ത് പുരസ്കാരം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിനും ലഭിക്കും. വാർത്തകൾ വിശദമായി. വേലൂരിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണം കവർന്ന കേസിൽ 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് മനപ്പടി പടിഞ്ഞാക്കരത്തൊടി വീട്ടിൽ 31 വയസ്സുള്ള രാഹുൽ, നെല്ലുവായി താത്തിരിയാട്ട് വീട്ടിൽ 22 വയസ്സുള്ള മാധവ് എന്നിവരാണ് അറസ്റ്റിലായത്. സ്വർണ്ണാഭരണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തി മാലയെടുത്ത് ഓടിപ്പോവുകയും പിന്നീട് സ്കൂട്ടറിൽ കയറി കടന്നു കളയുകയുമായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 28-ാം തീയതി രാത്രി 8:30ഓടെയാണ് വേലൂർ മേക്കാട്ടുകുളം വീട്ടിൽ ഫ്രാൻസിയുടെ ഉടമസ്ഥതയിലുള്ള ജോൺസൺസ് ഫാഷൻ ജ്വല്ലറിയിൽ മോഷണം നടന്നത്. വേലൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണം എടുക്കുവാനെന്ന വ്യാജേന മാസ്ക് ധരിച്ച് കയറിച്ചെന്ന പ്രതികളിൽ ഒരാൾ 3 പവന്റെ താലിമാല ആവശ്യപ്പെട്ടു. മാല നൽകിയപ്പോൾ അത് കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. കുറച്ചകലെ സ്കൂട്ടറുമായി 2ാം പ്രതി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ജ്വല്ലറി ഉടമ പുറകിൽ ഓടിയെങ്കിലും പ്രതികൾ സ്കൂട്ടറിൽ കയറി കടന്നുകളഞ്ഞു. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ബൈക്കിലെത്തിയാണ് പ്രതികൾ മോഷണം നടത്തിയത്. തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ സ്പെഷ്യൽ സ്ക്വാഡ്, എരുമപ്പെട്ടി പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും റോഡരികിലെ 50ഓളം നിരീക്ഷണ ക്യാമറകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ അത്താണിയിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത്. ആസൂത്രിതമായി മോഷണം നടത്തിയ പ്രതികൾ സ്വർണം വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിച്ചുവരികയാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കുന്നംകുളം ACP CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാർ എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. എരുമപ്പെട്ടി SI ജോണി, സ്പെഷ്യൽ സ്ക്വാഡ് SI PK പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, K കൃഷ്ണപ്രസാദ്, റെജിൻ C രാജൻ, IB ഷാജൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ KB സുനീബ്, PT സിംസൺ, C ശ്രീജിത്ത്, PJ നൈജോൺ, K അരുൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ഡീസൽ ടാങ്കിന്റെ പൈപ്പ് പൊട്ടിയതാണ് കാരണം. സംഭവം അറിഞ്ഞ് ഭയന്ന് ബസ്സിൽ നിന്ന് ചാടിയ ഒരാൾക്ക് പരിക്കേറ്റു. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലിൽ അത്യാഹിതം ഒഴിവാക്കാനായി. വെള്ളിയാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ്സിൽ നിന്നാണ് തീ ഉയർന്നത്. രാവിലത്തെ സമയമായതിനാൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. പുക ഉയർന്നതോടെ യാത്രക്കാർ ഭയചകിതരായി. ഇതിനിടെ ബസ്സിന് തീപിടിക്കുകയാണെന്ന് ഭയന്ന് വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തേക്ക് ചാടിയയാൾക്ക് പരിക്കേറ്റു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഡ്രൈവർ ബസ് നിർത്തി ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രക്കാരെ ഒഴിപ്പിച്ചു. കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിന് മുന്നിലായിരുന്നു സംഭവം. തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പും ഉണ്ടായിരുന്നത് അപകട സാധ്യത വർദ്ധിപ്പിച്ചു. ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നായിരുന്നു പുക ഉയർന്നത്. സമീപത്തു തന്നെയുള്ള അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചതോടെ കുതിച്ചെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങൾ ഡീസൽ പൈപ്പിന്റെ തകരാറ് താൽക്കാലികമായി പരിഹരിച്ചു. അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഓഫീസർ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു.
കസ്റ്റഡി മർദ്ദനം കുറ്റക്കാരായ 5 പോലീസുകാരെയും സർവീസിൽ തുടരുവാൻ അനുവദിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി PV മോഹനൻ. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കാണിപ്പയ്യൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുജിത്തിനെ പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്നത് ക്രൂര ദൃശ്യം കണ്ട് ഞെട്ടിയെന്നും സുജിത്തിനെ കോൺഗ്രസ് ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക സ്വദേശിയായ PV മോഹനൻ കർണാടകയിൽ നിന്നാണ് സുജിത്തിനെ കാണുവാനായി എത്തിയത്. നേതാക്കളായ വർഗീസ് ചൊവ്വന്നൂർ, അഡ്വക്കേറ്റ് CB രാജീവ്, PL തോമസ്, AM നിതീഷ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ഗതാഗതക്കുരുക്കും അപകടങ്ങളും തുടർക്കഥയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പ്രധാന സെന്ററായ പന്നിത്തടത്ത് സിഗ്നൽ നിർമ്മാണം ആരംഭിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തി സിഗ്നലുകളുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കരാർ കമ്പനിയായ കെൽട്രോണിനോട് സ്ഥലം സന്ദർശിച്ച MLA AC മൊയ്തീൻ നിർദ്ദേശിച്ചു. പൂർണ്ണമായും സോളാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സിഗ്നലുകളുടെ നിർമ്മാണവും മെയിൻ്റനൻസ് വർക്കും കെൽട്രോണിന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. 19,40,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പദ്ധതിയിൽ അക്കിക്കാവ് സെന്ററിലെ സിഗ്നൽ ലൈറ്റുകളും പ്രവർത്തനക്ഷമമാക്കും. 46 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബി പദ്ധതിയിൽ നിർമ്മിച്ച ബൈപ്പാസ് ഹൈവേയിലെ പന്നിത്തടം സെന്ററിൽ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാത കടന്നുപോകുന്നതിനാൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ MLA ഇടപെട്ട് എത്രയും പെട്ടെന്ന് സിഗ്നലുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും ഒരു പരിധിവരെ അപകടങ്ങൾ നിയന്ത്രിക്കുവാനും സാധിക്കുമെന്ന് MLA പറഞ്ഞു. കെൽട്രോണിൻ്റെ നേതൃത്വത്തിലുള്ള ആ വർക്ക് ഇന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സുഗമമായ ഗതാഗതത്തിനുള്ള സിഗ്നൽ സംവിധാനമൊക്കെ ഉണ്ടാവും. അത് ഈ റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷിതമായ യാത്രയ്ക്കും വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്കുള്ള സിഗ്നൽ സംവിധാനവും ഇതിലുണ്ടാവും. അപ്പോൾ ഒരു ആധുനികമായ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി വരുന്ന ഒന്നാണിത്. അതിൻ്റെ പണി വളരെ പെട്ടെന്ന് തന്നെ തീർക്കും. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം പൈപ്പ് പൊട്ടി തകർന്ന റോഡ് വർഷമൊന്ന് കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തിയില്ല. മണ്ണും കോറിപ്പൊടിയുമിട്ട് മൂടിയ കുഴിയിൽ കോൺക്രീറ്റ് ലോറി താഴ്ന്നിട്ടും അധികൃതർ കുഴി അടച്ചിട്ടില്ല. 1 വർഷം മുൻപാണ് റോഡരികിൽ ശുദ്ധജല പദ്ധതിയുടെ വലിയ പൈപ്പ് പൊട്ടിയത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് പൈപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു. എന്നാൽ റോഡരികിലെ കുഴി മണ്ണിട്ട് മൂടി കോറിപ്പൊടി ഇടുകയാണ് അധികൃതർ ചെയ്തത്. 2 ആഴ്ച മുൻപ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് മിക്സർ ലോറിയുടെ ചക്രങ്ങൾ താഴ്ന്നിരുന്നു. ലോറി മറിയാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടമുണ്ടായിട്ടും അധികൃതർ ടാറിംഗ് നടത്താത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പാറയമ്പാടത്ത് വീണ്ടും പൈപ്പ് പൊട്ടി. ഇതോടെ ഗതാഗത തടസ്സം രൂക്ഷമായി. പൈപ്പ് പൊട്ടിയ ഭാഗം ടാറിട്ടത് 3 ദിവസം മുൻപായിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും പൈപ്പ് പൊട്ടിയത്. പാറയമ്പാടം പടിഞ്ഞാറെ അങ്ങാടിക്ക് സമീപം പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുകയും റോഡ് തകരുകയും ചെയ്തു. കഴിഞ്ഞ മാസം 23-ന് ഇവിടെ ആദ്യം പൈപ്പ് പൊട്ടിയിരുന്നു. ഇതിന്റെ തലേദിവസമായിരുന്നു തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ടാറിടൽ നടത്തിയത്. രാത്രിയിൽ ടാറിടൽ നടത്തിയ മണിക്കൂറുകൾക്കകമായിരുന്നു ആദ്യം പൈപ്പ് പൊട്ടിയത്. ശുദ്ധജലം പാഴായതിനൊപ്പം റോഡ് തകർന്ന് വലിയ കുഴി രൂപപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസങ്ങളിലായി പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി റോഡിൽ കരിങ്കൽ വിരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ ഭാഗത്ത് 3 ദിവസം മുൻപായിരുന്നു ടാറിടൽ നടത്തിയത്. വ്യാഴാഴ്ച രാത്രി 9:30-യോടെയാണ് വീണ്ടും പൈപ്പ് പൊട്ടിയത്. ഇവിടെ പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കുവാൻ പ്രവർത്തികൾ ആരംഭിക്കുന്നതോടെ വീണ്ടും ഗതാഗത തടസ്സമുണ്ടാകും. നിലവിൽ പഴഞ്ഞി അക്കിക്കാവ് റോഡിന്റെ സമീപം റോഡിന്റെയും പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിന്റെയും പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇവിടെ ഗതാഗത തടസ്സം രൂക്ഷമാണ്. പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതിൽ BJP പ്രവർത്തകർ കളക്ടർക്ക് പരാതി നൽകി. പുതിയ പൈപ്പ് ലൈൻ വലിക്കുന്നതും റോഡ് ടാറിംഗ് നടത്തുന്നതും ഒരേ കമ്പനിയാണ്. പൈപ്പ് ലൈൻ നിർമ്മാണം പൂർത്തിയാക്കി പുതിയ പൈപ്പിലൂടെ വെള്ളം വിതരണം ചെയ്ത ശേഷം മാത്രമേ റോഡിന്റെ ടാറിംഗ് നടത്താവൂ എന്ന് BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 23-ന് ടാറിംഗ് നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ പൈപ്പ് പൊട്ടിയിരുന്നു. ഈ പൈപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തിയ അതേ സ്ഥലത്താണ് വ്യാഴാഴ്ച രാത്രി വീണ്ടും പൈപ്പ് പൊട്ടിയത്. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം ഗുരുവായൂർ നഗരസഭയ്ക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 10 ലക്ഷം രൂപയാണ് അവാർഡ് തുക. ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക, സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ്പ സ്കോർ, ഹെൽത്ത് ഗ്രാന്റ് വിനിയോഗം, ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും
പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ്, വാർഡുതല പ്രവർത്തനങ്ങൾ, പ്രാദേശിക ആരോഗ്യ ആവശ്യങ്ങൾക്ക് അനുസൃതമായ നൂതന ഇടപെടലുകൾ, സാമൂഹിക ഘടകങ്ങളായ ശുചിത്വം, മാലിന്യ പരിപാലനം, പ്രാണി നിയന്ത്രണം, ജീവിതശൈലി ക്രമീകരണത്തിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കൽ, മോഡേൺ മെഡിസിൻ, ആയുർവേദ, ഹോമിയോ മേഖലകളിലുള്ള ദേശീയ സംസ്ഥാന ആരോഗ്യ പദ്ധതിയുടെ ഫലപ്രദമായ നടത്തിപ്പ് എന്നിവയും പുരസ്കാരത്തിനു വേണ്ടി വിലയിരുത്തുന്ന ഘടകങ്ങളാണ്. ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിവരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. 2023-24 സാമ്പത്തിക വർഷം ആരോഗ്യമേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1692.95 കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യവകുപ്പിന്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മ സാധ്യമാക്കാനും കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലാതല പച്ചത്തുരുത്ത് പുരസ്കാരം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുവാൻ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പച്ചത്തുരുത്ത് പുരസ്കാരത്തിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിനെ തെരഞ്ഞെടുത്തു. സെപ്റ്റംബർ 16 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് കോളേജ് പ്രിൻസിപ്പൽ പുരസ്കാരം ഏറ്റുവാങ്ങും. കാണിയാമ്പാൽ സ്വദേശിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആനായ്ക്കൽ കരുവന്നൂർ വീട്ടിൽ നാരായണന്റെ മകൻ 39 വയസ്സുള്ള സനന്ദിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ താമസിക്കുന്ന വീട്ടിലെ ഹാളിലെ കഴുക്കോലിൽ പ്ലാസ്റ്റിക് കയറിൽ കെട്ടി തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തുപോയ ഭാര്യ 1 മണിയോടെ തിരികെ വന്നപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. കെട്ടഴിച്ച ശേഷം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുറച്ചു കാലമായി സനന്ദിന് വലിയ മാനസിക പ്രയാസമുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. മഞ്ജുവാണ് ഭാര്യ. അനാമിക, അവന്തിക എന്നിവർ മക്കളാണ്. സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. കേരളോത്സവത്തിന്റെ വിപുലമായ നടത്തിപ്പിനായി കടവല്ലൂർ പഞ്ചായത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്തു. വെള്ളിയാഴ്ച മുതൽ ഓൺലൈൻ വഴി അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം തിങ്കളാഴ്ചയായിരിക്കും. ബുധനാഴ്ച മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. കേരളോത്സവത്തിൽ വിവിധ രംഗങ്ങളിൽ ആയി കലാകായിക മത്സരങ്ങൾ നടക്കും. കേരളോത്സവത്തിന്റെ വിപുലമായ നടത്തിപ്പിനായി പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ചെയർമാനും സെക്രട്ടറി KR രേഖ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, വിവിധ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷത്തെ കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ നടക്കും. ഒക്ടോബർ 14, 15, 16, 17 തീയതികളിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലാമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, പ്രതിപക്ഷ നേതാവ് MK ജോസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് ഇർമപ്പെട്ടി, സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ്, പ്രധാന അധ്യാപിക ബീന C ജേക്കബ്, KPSTA പ്രതിനിധി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഉപദേശക സമിതി അംഗങ്ങളായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ആലത്തൂർ MP K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ MLA, മുരളി പെരുന്നലി MLA, സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA എന്നിവരെയും സംഘാടക സമിതി ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, കൺവീനറായി സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 11 സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. 90-ലധികം സ്കൂളുകളിൽ നിന്നായി 6000-ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ബാലകലോത്സവം സർഗലയം 2025 പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ MK ജോസ്, പ്രധാന അധ്യാപിക KA സുജിനി, SMC ചെയർമാൻ ഗിരീഷ്, MPTA പ്രസിഡന്റ് സിനി ഷാജു, സ്റ്റാഫ് പ്രതിനിധി ജിഫി ജോയ് എന്നിവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ പണ്ടാറക്കാട് 61 നമ്പർ അംഗൻവാടി റോഡ് കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ജനത്തിന് സമർപ്പിച്ചു. റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം സനിൽ കുന്നത്തുള്ളി, PA ഷൈൻ, MK വിജിത്ത്, KR ഗീത, NK സുലൈമാൻ എന്നിവർ സംസാരിച്ചു.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. ജനകീയ വിഷയങ്ങൾ കേട്ടറിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലങ്ക് സൗഹാർദ്ദ വികസന സംവാദം. പ്രാദേശിക വികസന വിഷയങ്ങൾ ജനങ്ങൾ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. വെള്ളപ്പൊക്കം മുതൽ കുടിവെള്ള പ്രശ്നം വരെ വികസന സംവാദത്തിൽ ചർച്ചയായി. കലുങ്ക് സൗഹൃദ വികസന സംവാദം ആദ്യം നടന്നത് പുള്ള് മേഖലയിലാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക വിഷയവും കുടിവെള്ള പ്രശ്നങ്ങളും കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ നാട്ടുകാർ അവതരിപ്പിച്ചു. വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുവേണ്ടി പ്രത്യേക പഠന സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കമാൻഡോ മുഖം ബണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുമെന്നും ജനങ്ങൾക്ക് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി. ചെമ്മാപ്പിള്ളിയിൽ നടന്ന രണ്ടാമത്തെ സൗഹൃദ സംവാദ സദസ്സിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം വേദി പങ്കിട്ടത് സംവിധായകൻ സത്യൻ അന്തിക്കാടാണ്. ജാതിമത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ സുരേഷ് ഗോപി ഒരുക്കിയ വേദി പുതുചരിത്രം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരുടെയും MP ആണെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. സുരേഷിന്റെ മനസ്സിൽ നേരത്തെ ഉദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ല. ഇത് ഈ പറഞ്ഞത് ഇതൊരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ജാതി മതചിന്തകളോ ഒന്നുമല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് അതിന്റെ പ്രധാനമായിട്ട് ഉദാഹരണമാണ്. കാര്യം സുരേഷ് എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ ചെല്ലുന്നത് അത് സുരേഷിന്റെ മനസ്സിന് നന്മ തിരിച്ചറിയുന്നുണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ ഈ വളത്തിന്റെ വിഷയമുണ്ടല്ലോ കർഷകരുടെ. BJP നേതാവും ചലച്ചിത്ര താരവുമായ ദേവൻ, BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, PK ബാബു തുടങ്ങിയവരും പങ്കെടുത്തു. രക്തദാനം മഹാദാനം എന്ന സന്ദേശവുമായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും പെരിന്തൽമണ്ണ സർക്കാർ ജില്ലാ ആശുപത്രിയും ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂൾ പരിസരത്ത് നടക്കുന്ന ക്യാമ്പിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർക്ക് രക്തം ദാനം ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. UAE സർക്കാർ ഏർപ്പെടുത്തിയ ഗോൾഡൻ വിസയ്ക്ക് പുന്നൂർക്കുളം സ്വദേശിയായ വിദ്യാർത്ഥിനി അർഹയായി. തൃപ്പറ്റ് വകയിൽ ഉമ്മർ ഷാഹിനി ദമ്പതികളുടെ മകൾ മിൻഹ ഉമ്മറിനാണ് അംഗീകാരം ലഭിച്ചത്. ദുബായിൽ ഗൾഫ് മോഡൽ സ്കൂളിൽ നിന്ന് +2 പരീക്ഷയിൽ കൊമേഴ്സ് വിഭാഗത്തിൽ 97% മാർക്ക് നേടി വിജയിച്ചതിനാണ് UAE സർക്കാർ ഗോൾഡൻ വിസ നൽകി മിൻഹയെ ആദരിച്ചത്. 10 വർഷക്കാലം ദുബായിൽ താമസിച്ച് പഠനം തുടരുവാനും ജോലി ചെയ്യുവാനും കൂടി ഉപകാരപ്രദമായ റെസിഡൻസ് വിസയാണ് ലഭിച്ചത്. ഷാർജ സ്കൈലൈൻ യൂണിവേഴ്സിറ്റിയിൽ ACCA കോഴ്സ് പൂർത്തീകരിച്ച് UAEയിൽ തന്നെ ജോലി തുടരുവാനാണ് ആഗ്രഹമെന്ന് മിൻഹ പറഞ്ഞു. കൂറ്റനാട് കോമംഗലത്ത് 22-കാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോമംഗലം നന്ദിയാൻകോട് വീട്ടിൽ 22 വയസ്സുള്ള രഞ്ജിമയാണ് മരിച്ചത്. വീടിനകത്തെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് മുനയ്ക്കക്കടവ് അഴിമുഖത്ത് അപകടാവസ്ഥയിലായ പുലിമുട്ടിലേക്കുള്ള പ്രവേശനം നിരോധിച്ച് മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസിന്റെയും ചാവക്കാട് പോലീസിന്റെയും ഹാർബർ മാനേജ്മെന്റ് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. കോസ്റ്റൽ CITP ഫർഷാദ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് SI ശരത് സോമൻ അധ്യക്ഷത വഹിച്ചു. കോസ്റ്റൽ പോലീസ് SIമാരായ ലോഫിരാജ്, ജോബി വർഗീസ്, വാർഡ് മെമ്പർ സമീറ ഷെരീഫ്, ഹാർബർ മാനേജ്മെന്റ് വകുപ്പ് AE ജിജോ C ചൊവ്വല്ലൂർ, കടലോര ജാഗ്രതാ സമിതി പ്രവർത്തകർ, പരിസരവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുലിമുട്ടിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചതായും അതിക്രമിച്ചു കടക്കുന്നവർ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയുള്ള മുന്നറിയിപ്പ് ബോർഡാണ് സ്ഥാപിച്ചത്. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഗുരുവായൂർ യൂണിറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരസഭാ ലൈബ്രറി ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ്, ജില്ലാ സെക്രട്ടറി MK സുനിൽ, ജില്ലാ കമ്മിറ്റി അംഗം PA സുമ, യൂണിറ്റ് സെക്രട്ടറി PP ബ്രിജേഷ്, ട്രഷറർ PV നിർമ്മല എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി കൊപ്പത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ ഷഹീറിന്റെ സത്യസന്ധതയിൽ മൻസൂറിന് ലഭിച്ചത് 7 വർഷം മുൻപ് കളഞ്ഞുപോയ സഹോദരിയുടെ സ്വർണ്ണാഭരണം. കാർ നേരെയാക്കുന്നതിനിടയിലാണ് സ്വർണ്ണാഭരണം ലഭിച്ചത്. ഷഹീറിന്റെ സത്യസന്ധതയ്ക്ക് പൊന്നിനേക്കാൾ തിളക്കം. കാറിന്റെ എയർ കണ്ടീഷൻ തകരാർ പരിഹരിക്കുന്നതിനിടെ ലഭിച്ച 2.5 പവൻ സ്വർണ്ണാഭരണം കാർ ഉടമയ്ക്ക് തിരിച്ചു നൽകി വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ സത്യസന്ധത. കൊപ്പം പട്ടാമ്പി റോഡിലെ കാർ AC വർക്ക്ഷോപ്പിലെ ഷഹീറാണ് പൊന്നിനേക്കാൾ വിലയുള്ള സത്യസന്ധത കാണിച്ച് കയ്യടി നേടിയത്. കാർ ഉടമ നെല്ലായ സ്വദേശി മൻസൂർ ഇമ്പാൻഡുവിന്റെ സഹോദരിയുടെ കയ്യിൽ നിന്നും 7 വർഷം മുമ്പ് നഷ്ടമായ ആഭരണമാണ് ഇതോടെ തിരികെ ലഭിച്ചത്.
ചൊവ്വാഴ്ചയായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം. നെല്ലായ വേരെങ്കിൽ മൻസൂർ ഇമ്പാനു കാറിന്റെ AC-യുമായി ബന്ധപ്പെട്ട് തകരാർ പരിഹരിക്കാനാണ് കൊപ്പത്തെ വർക്ക്ഷോപ്പിൽ കാർ എത്തിച്ചത്. തുടർന്ന് തിരിച്ചു പോരുകയായിരുന്നു. കാറിന്റെ ഗിയർ കൺസോൾ ശരിയാക്കുന്നതിനിടെയാണ് സ്വർണ്ണ കൈ ചെയിൻ ഷഹീർ കണ്ടത്. ഉടൻ തന്നെ മൻസൂറിനെ വിളിച്ച് ഷഹീർ വിവരം അറിയിക്കുകയായിരുന്നു. മൻസൂർ എത്തി പരിശോധിച്ചപ്പോഴാണ് 7 വർഷം മുമ്പ് സഹോദരി സെമീറയുടെ പക്കൽ നിന്നും കളഞ്ഞുപോയ ആഭരണമാണ് ഇതെന്ന് മനസ്സിലായത്. പൊന്നിന്റെ വില അനുദിനം കുതിച്ചുയരുന്ന ഈ വേളയിൽ സത്യസന്ധതയുടെ വില അളക്കാൻ കഴിയില്ലെന്ന് പട്ടാമ്പി സ്വദേശി കൂടിയ ഷഹീറിന്റെ പോലെയുള്ളവർ തെളിയിക്കുകയാണ്. ഇന്നലെ വരെ വണ്ടിയുടെ AC വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാഷ്ബോർഡിൽ ഉൾഭാഗം അഴിക്കുന്ന സമയത്താണ് ഈ സാധനം എനിക്ക് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം കണ്ടപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഗോൾഡായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവർക്ക് വിളിച്ചു, നിങ്ങളെ തന്നെയാണോ, അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഫോട്ടോ ഒന്ന് വിട്ട് നോക്കട്ടെ. അവർ വിട്ടപ്പോൾ പറഞ്ഞത് അവർ തന്നെയാണ്, ഇങ്ങനെ 7 വർഷം മുന്നേ നഷ്ടപ്പെട്ടതാണെന്ന് അവർ പറയുകയും ചെയ്തു. അപ്പോൾ അവരെ വിളിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. എന്തായാലും കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷം. സ്വർണം തിരിച്ചു കിട്ടിയതിൽ മൻസൂർ ഇമ്പാനുവിന്റെ കുടുംബവും വലിയ സന്തോഷത്തിലാണ്. വലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ കൂടിയാണ് മൻസൂർ ഇമ്പാനു. ഉച്ച സമയത്തുണ്ട് ഈ ഷഹീർ എന്ന ഇദ്ദേഹം എന്നെ വിളിച്ചു. ഗിയറിൻ്റെ കൺസോളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു 7 വർഷം മുമ്പ് എൻ്റെ സഹോദരിയുടെ ഒരു ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ വണ്ടിയിൽ നിന്നാണ് നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. ആരെങ്കിലും കയ്യിൽപ്പെട്ടു, അവർ കൈവശം വെച്ചിട്ടുണ്ട് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഷഹീർ എന്ന ഈ നല്ല മനുഷ്യൻ അങ്ങനെ തന്നെ പറയണം. കാരണം ഏകദേശം ഒരു 2.5 പവൻ, ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് ഇദ്ദേഹം. ഞാൻ പോലും ഇവിടെ ഇല്ല, കാരണം ഈ ഷഹീർ എന്ന ആളെ ഞാൻ മുമ്പ് പരിചയം പോലും ഇല്ല. ഷഹീർ എന്ന വ്യക്തിയെ പോലെ ഒരാളെ നന്മ നിറഞ്ഞ ആളാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രവും ഭരണഘടനയുടെ സവിശേഷതകളും വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ച് മേജർ PJ സ്റ്റൈജു. വിദ്യാർത്ഥികൾ ദേശസ്നേഹവും ചരിത്രബോധവും വളർത്തുക എന്ന ആശയവുമായി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന തിരങ്ക് പദ്ധതിക്ക് പാവർട്ടിയിലെ മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായി. പ്രധാനാധ്യാപിക PS മിനി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ RK സൗദ, K ഷാനിബ, ഷൈനി CJ എന്നിവർ നേതൃത്വം നൽകി. സെമിനാറിന് ശേഷം ദേശീയ പതാകയും സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ ചിത്രങ്ങളും ഉയർത്തിപ്പിടിച്ച് ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് അന്നനാട് ഹയർ സെക്കൻഡറി സ്കൂളിലും വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങളിലും സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്ന് മേജർ PJ സ്റ്റൈജു അറിയിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ സോഷ്യൽ ഓഡിറ്റിംഗ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചു. പ്ലാനിംഗ് കമ്മിറ്റി മെമ്പറായ RM അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് മുഖ്യാതിഥിയായി. സോഷ്യൽ ഓഡിറ്റ് തൃശൂർ ജില്ലാ റിസോഴ്സ് പേഴ്സൺ അബ്ദുൾ ജബ്ബാർ പൊതുഗ്രാമസഭയിൽ നിന്ന് സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ബിബിഷ പ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് പ്രവൃത്തികൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. തെങ്ങിന് തടമെടുക്കൽ, പൊലിക്കൂട്ടൽ പ്രവൃത്തികളാണ് ഈ പ്രദേശത്തിന് അനുയോജ്യമെന്നും ഇത്തരം പ്രവൃത്തികൾ തിരിച്ചുകൊണ്ടുവരണമെന്ന് ഗുണഭോക്താക്കളും കർഷകരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. സ്ഥിരം സമിതി അധ്യക്ഷർ, ജനപ്രതിനിധികൾ, ജൂനിയർ സൂപ്രണ്ട് മനോജ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിജേഷ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് വിഭാഗം ഉദ്യോഗസ്ഥരും മറ്റ് സോഷ്യൽ ഓഡിറ്റ് സംഘാംഗങ്ങളും സംബന്ധിച്ചു. CPM അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ 1ാം ചരമദിനം ആചരിച്ചു. CPM എയ്യാൽ ചിറ്റിലങ്ങാട് സൗത്ത് ബ്രാഞ്ച് ഓഫീസിന് മുൻപിൽ പാർട്ടിയിലെ മുതിർന്ന അംഗം KN നായർ പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളനൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതാക്കളായ PA ഉണ്ണികൃഷ്ണൻ, KP സക്കീർ ഹുസൈൻ, AS മജീദ്, CK അച്യുതൻ, ഉഷ സുബ്രഹ്മണ്യൻ, ശൈലജ ഗണേഷ്, അമ്പിളി രവി എന്നിവർ പങ്കെടുത്തു. SDPI കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേഡർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജുമേറ ബീച്ച് റിസോർട്ടിൽ SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ് ഉദ്ഘാടനം ചെയ്തു. KH ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PP റഫീഖ്, സംസ്ഥാന സെക്രട്ടറി അൻസാരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഫാറൂഖ്, ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖുൽ അക്ബർ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ, മണ്ഡലം സെക്രട്ടറി മുസമ്മിൽ തുടങ്ങിയവർ സംസാരിച്ചു. സീതാറാം യെച്ചൂരി ദിനം നെല്ലുവായി മങ്ങാട് സെന്റർ ബ്രാഞ്ചിൽ ആചരിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി NK സുഭാഷ് അധ്യക്ഷനായി. CV രാജൻ, CITU സെക്രട്ടറി മനോജ്, VP ബാബു, TD സുര, പാക്കത്ത് മനോജ് എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,200 രൂപ, സ്വർണം പവന് 81,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 137 രൂപ. ചർമ്മം കുന്നംകുളം കാണിപ്പയ്യൂർ പരേതനായ ചെറുവത്തൂർ ചേറപ്പൻ മകൻ ജോണി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. എൽസി ഭാര്യയും ജൂലി മകളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ഡീസൽ ടാങ്കിന്റെ പൈപ്പ് പൊട്ടി ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. സംഭവം അറിഞ്ഞ് ഭയന്ന ബസ്സിൽ നിന്ന് ചാടിയ ഒരാൾക്ക് പരിക്ക്. ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടലിൽ അത്യാഹിതം ഒഴിവാക്കാനായി. വേലൂരിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണം കവർന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് മനപ്പടി പടിഞ്ഞാറക്കത്തൊടി വീട്ടിൽ രാഹുൽ, നെല്ലുവായി താത്തരിയാട്ട് വീട്ടിൽ മാധവ് എന്നിവരാണ് അറസ്റ്റിലായത്. ഗതാഗതക്കുരുക്കും അപകടങ്ങളും തുടർക്കഥയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പ്രധാന സെന്ററായ പന്നിത്തടത്ത് സിഗ്നൽ നിർമ്മാണം ആരംഭിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. സിഗ്നലുകളുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കരാർ കമ്പനിയായ കെൽട്രോണിനോട് സ്ഥലം സന്ദർശിച്ച MLA AC മൊയ്തീൻ നിർദ്ദേശിച്ചു. ഈ വർഷത്തെ കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ഒക്ടോബർ 14, 15, 16, 17 തീയതികളിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലാമേളയുടെ വിജയകരമായ നടത്തിപ്പിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം ഗുരുവായൂർ നഗരസഭയ്ക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 10 ലക്ഷം രൂപ അവാർഡ് തുക ലഭിക്കും. ജില്ലാതല പച്ചത്തുരുത്ത് പുരസ്കാരം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിനും ലഭിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.